ഇത് പറയാത്തൊരു ദിവസം നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല. നമ്മളെ അദ്കാറു സബാഹിലുണ്ട്, അദ്കാറുൽ മസായിലുണ്ട്. അല്ലാഹു മസ്തുർ ഔറാത്തി, അല്ലാഹുവേ എൻ്റെ ഔറത്തുകളൊന്നും വെളിച്ചത്ത് കൊണ്ടുവരരുതേ എന്ന് പറഞ്ഞാൽ ഔറത്ത് എന്നുള്ളതിന് അവിടെ രണ്ട് വിശാലമായ മീനിങ് ഉണ്ട്. ഒന്നെൻ്റെ ബോഡിയിൽ മറ്റുള്ളവർ കാണരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഗോപ്യസ്ഥാനങ്ങളൊന്നും ഒരിടത്ത് വെച്ചും വെളിവാകരുതേ. അതാണും പെണ്ണും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലത് വേണം. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ അയാളെ പാൻറ്റാണ് ദിവസം പാൻറ്റാണ് പോയി അടിയിലൊന്നും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കാം. എങ്ങനെ ഉണ്ടാവും? അതൊരു അപമാനമല്ലേ? എൻ്റെ ശരീരത്തിൽ മറ്റൊരാൾ കാണരുതെന്ന് ഒരിക്കലും ഒരാളും കാണരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് എൻ്റെ സ്വകാര്യ പാർട്സ്. അത് പരസ്യമായിട്ടാണ് കാണി വന്നാലോ? അതുമാത്രമല്ല, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് കുറെ ഔറത്തില്ലേ, അത് മറച്ചു വെക്കപ്പെടേണ്ടതല്ലേ? അതതിൻ്റെ ബാഹ്യമായ അർത്ഥം. ഇനി അതിന് ആന്തരികമായ അർത്ഥമുണ്ട്. മാലോകരാരും അറിയാതിരിക്കാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥനയോടെ പേടിയോടെ എൻ്റെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും. ഇതൊന്നും ആരും അറിയരുതേ. റബ്ബ് മറച്ചു വെച്ചത് കൊണ്ട് നമ്മളിവിടെ മാന്യന്മാരായി ജീവിക്കണം. ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വാസന പുറപ്പെടും എന്നൊരു നിയമം അള്ളാഹു വെച്ചിരുന്നെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയും. ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ ശരീരത്തിൽ ആളുകൾ കാണുന്നിടത്ത് ഒരു കറുത്ത പുള്ളി പ്രത്യക്ഷപ്പെടും, ഒരു ഡോട്ട് പ്രത്യക്ഷപ്പെടും, ഒരു അടയാളം പ്രത്യക്ഷപ്പെടും എന്നൊരു നിയമം അള്ളാഹു വെച്ചിരുന്നുവെങ്കിൽ ഇവിടെ ആർക്കും അവിടെ മാന്യനായി ജീവിക്കാൻ പറ്റുക? അള്ളതൊക്കെ മറച്ചു വെക്കുന്നതുകൊണ്ട് നമ്മൾ മാന്യന്മാരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. എന്നെ പറ്റി നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ പറ്റി എനിക്കും അറിയില്ല. ആ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ അള്ളാഹിനോട് കരഞ്ഞു പറയാ, എന്റെ പോരായ്മകള് ഈ ലോകത്തും പരലോകത്തും ആലോകരുടെ മുമ്പിൽ പ്രദർശിക്കപ്പെടാതെ നീ മറച്ചു വെച്ച് അനുഗ്രഹിക്കണേ. നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുമ്പോൾ വരെ അതിൽ ആ മീനിങ് ഉണ്ട്. ഗഫറ എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹു അഫ്വ് ചെയ്തു എന്നുള്ളതിന് പുറമെ സതറ എന്നൊരു മീനിങ് കൂടി അതിലുണ്ട്. എന്റെ പാപങ്ങളൊക്കെ നീ പൊറുത്തു തരണം എന്ന് മാത്രമല്ല, മറച്ചു വെക്കണം എന്നും കൂടി ഉണ്ട് അതിന്റെ അർത്ഥം. വാസ്തവത്തിൽ ഗഫറ എന്ന പ്രയോഗം മിഗ്ഫർ, അറബി ഭാഷയിൽ ഒരു മിഗ്ഫർ എന്നൊരു വേർഡുണ്ട്. അത് യുദ്ധത്തിൽ യുദ്ധത്തിലിറങ്ങുന്ന യോദ്ധാക്കൾ ശത്രുവിന്റെ വെട്ടും കുത്തും ഏൽക്കാതിരിക്കാൻ വേണ്ടി തല മറക്കുന്ന ഒരു കവചത്തിനാണ് എന്ത് പറയാ? മിഗ്ഫർ എന്ന് പറയാം. അത് തലയിൽ മൂടും. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുമ്പോൾ അല്ലാഹു മുസ്തുർനി അതിലൊരു മീനിങ് ഉണ്ട്. റബ്ബേ, എൻ്റെ പാപങ്ങളും പോരായ്മകൾ മാലോകരറിയാതെ ഈ ലോകത്തും അത് പരസ്യമാവരുത്. കോടികൾ ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന മഹാമഹ്ശറിന്റെ സദസ്സിലും നീ അത് എന്ത് ചെയ്യരുത്? വെളിച്ചത്ത് കൊണ്ടുവരരുത്.